ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ വിഷയത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും, കർഷക സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ, ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലായി ആഗോള താപനവുമായി ബന്ധപ്പെട്ട് നിരവധി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. കാർഷിക മേഖലയിലാണ് അത് പ്രത്യേകിച്ചും നടത്തിയിട്ടുള്ളത്. ലോകത്ത് ഇന്ന് വരുന്ന കാർബൺ ന്യൂട്രലൈസേഷൻ്റെ ഭാഗമായി വരുന്ന കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷനാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതുവഴി കർഷകരിലേക്ക് ഞങ്ങൾ എത്തി. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കർഷകർക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ചാകുന്ന രീതിയിൽ എന്താണ് ഈ പ്രകൃതിയിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കർഷകർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവിനും കൃത്യമായ പരിപാലനം നടത്തിയിട്ട് പോലും റിട്ടേൺസ് കിട്ടാത്ത അവസ്ഥ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേൾഡ് വൈഡ് യുണൈറ്റഡ് നേഷൻ്റെ കീഴിലാണ് ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ആവുന്നത്. അതായത് കാർബൺ ന്യൂട്രലൈസേഷൻ, അന്തരീക്ഷ ശുദ്ധീകരണം എന്ന് വേണമെങ്കിൽ പറയാം. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസ് വർദ്ധിച്ചു വരുന്ന അവസ്ഥയിലാണ് ഈ ഒരു വലിയൊരു പ്രതിഭാസം, അതായത് പ്രതിസന്ധി കാർഷിക മേഖലയിലും സാധാരണ ജനങ്ങൾക്കും അനുഭവിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലാവും മഴ കഴിഞ്ഞപ്പാടുണ്ടാവുന്ന ചൂട്. ആ ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഭയങ്കര ചൂടാണെന്ന്. ആ ചൂട് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ്. അതിന് വാഹനങ്ങളുടെ അമിതമായ പുക, വ്യവസായശാലകൾ പുറന്തള്ളുന്ന പുക, അതുപോലെ തന്നെ ഇപ്പം പശ്ചിമേഷ്യൻ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ വെപ്പൺസുകളും, അതിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ കെമിക്കലുകളും ഈ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പരന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രങ്ങൾക്ക് അതിർത്തികളുണ്ടാവാം, പക്ഷേ അന്തരീക്ഷത്തിന് ഒരിക്കലും അതിർത്തികളില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദേശാടന പക്ഷികൾ എവിടെ നിന്നൊക്കെയോ ഇവിടെ എത്താറുണ്ട്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ വായു മറ്റു രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നു. ശുദ്ധമായ വായു ഉള്ള സ്ഥലങ്ങൾ പോലും മലിനീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അതാണ് ഈ ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ള നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള ഉൽപ്പന്നങ്ങളിൽ എങ്ങനെയാണിത് വരുന്നതൊക്കെ ഞാൻ ഇനി ഓരോ വീഡിയോകളിലും പറയാം. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളിലായി ഞങ്ങൾ വയനാട് കുറേ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. കൃഷിഭവനിൽ, കണ്ണൂർ ജില്ലയുടെ പല പഞ്ചായത്തുകളിലും പല കൃഷിഭവനിലും കർഷക രജിസ്ട്രേഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ലോ കാർബൺ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ക്ലൈമറ്റ് ടെക് കമ്പനിയാണ്. അതിൻ്റെ സിഇഒക്ക് മിസ്റ്റർ ലതീഷിന് കാർബൺ ക്രെഡിറ്റ് എക്സ്ചേഞ്ച് ലൈസൻസ് ഉള്ളതാണ്. അതായത് ഞങ്ങൾ എത്ര കണ്ട് കാർബൺ എമിഷൻ കുറക്കുന്ന സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് ജനങ്ങൾക്ക് ഇനി സാമ്പത്തിക സഹായമാണ് കിട്ടാൻ പോകുന്നത്. അത് വനനശീകരണം കുറക്കുക, കാർഷിക മേഖലയിൽ സസ്റ്റൈനബിൾ ഇക്കോസിസ്റ്റം നിലനിർത്തുന്ന രീതിയിലുള്ള കാർഷിക രീതികൾ അവലംബിക്കുക, പഴയകാല രീതിയിലേക്ക് തിരിച്ചു പോകുക എന്നതാണ് പ്രത്യേകിച്ചിട്ടും ഈ ഒരു വിഭാഗത്തിൽ വരുന്നത്. അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓരോ ദിവസങ്ങൾ വീഡിയോകളും മറ്റും ആകുമ്പം ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നാം ഇപ്പോൾ ശ്വസിക്കുന്ന ശുദ്ധവായു പോലും നാം ഒരു തുക പോലും കൊടുക്കാതെ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ, ഇനി അടുത്ത ജനറേഷന് ഇനി ഞങ്ങൾ ശുദ്ധവായു ചിലപ്പോൾ ഇപ്പോൾ കുപ്പിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ നാളെ ഓക്സിജൻ കോൺസെൻട്രേറ്റ്, ചെറിയ കോൺസെൻട്രേറ്റ് ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സംഭവിച്ചുകൂടാ എന്നുള്ളതാണ് വരാൻ പോകുന്ന ലോകത്തിൻ്റെ ക്രമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്ത മീറ്റിങ്ങുകളുടെ കുറച്ച് ഫോട്ടോസും ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.